എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ജൂൺ 26, ലോക ലഹരി വിരുദ്ധ ദിനം. ലഹരി എന്ന മഹാവിപത്തിനെതിരെ ആഗോളതലത്തിൽ ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി 1987 ഐക്യരാഷ്ട്ര സംഘടന കൈക്കൊണ്ട തീരുമാനപ്രകാരം ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനമായി ആചരിച്ചു വരുന്നു. ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നാണ് സമൂഹത്തിൽ നാൾക്കുനാൾ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗം. ഇത് ലോക പുരോഗതിയെ സാരമായി ബാധിക്കുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും ജൂൺ 26 ലഹരിയുടെ ദൂഷ്യവശങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒരു പ്രത്യേക പ്രമേയം നൽകി ലോകവ്യാപകമായി ലഹരി വിരുദ്ധ ദിനം ആചരിക്കുന്നു. ഈ വർഷത്തെ പ്രമേയം ചങ്ങലകൾ തകർക്കുക, എല്ലാവർക്കും ചികിത്സ, പ്രതിരോധം, വീണ്ടെടുക്കൽ എന്നതാണ്. ലഹരിയുടെ ചങ്ങലകൾ തകർക്കുക. ലഹരിക്ക് അടിമപ്പെട്ടവർക്ക് വേണ്ടവിധം ചികിത്സയും പ്രതിരോധവും നൽകുക. അവരെ പുതിയ ജീവിതത്തിലേക്ക് വീണ്ടെടുക്കുക. ഇതാണ് ഈ വർഷത്തെ പ്രമേയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പണ്ടുകാലങ്ങളിൽ യുവാക്കൾ മാത്രമായിരുന്നു ലഹരി ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ഇന്ന് ചെറിയ കുട്ടികൾ പോലും ഇതിന് അടിമപ്പെട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഒരു രാജ്യത്തിൻ്റെ ഭാവി അവിടുത്തെ കുട്ടികളിലാണ്. എന്നാൽ ഇന്ന് ലഹരി മരുന്നുകളുടെ കെണിയിൽ അകപ്പെട്ടിരിക്കുന്നത് കുട്ടികൾ തന്നെയാണ്. ആരോഗ്യ വിദ്യാഭ്യാസ രംഗങ്ങളിൽ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ കേരളം വളരെയധികം പുരോഗതി കൈവരിച്ചിട്ടുണ്ട്. എന്നാൽ നാം ലജ്ജിച്ച് തലതാഴ്ത്തേണ്ടി വരുന്നത് ലഹരി ഉപയോഗത്തിൻ്റെ കാര്യത്തിലാണ്. രാജ്യത്ത് തന്നെ ലഹരി ഉപയോഗത്തിൽ മുൻപന്തിയിലാണ് കേരളം. ആൺ പെൺ ഭേദമന്യേ കുട്ടികളിലും യുവജനങ്ങളിലും ലഹരി പല രൂപത്തിൽ പല ഭാവത്തിൽ പിടിമുറുക്കിയിരിക്കുന്നു. മദ്യമയക്കുമരുന്ന് മാഫിയ സംഘങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നാശത്തിൻ്റെ വിത്ത് വിതച്ച് ലാഭം കൊയ്യുന്നു. ഒരിക്കലും തിരിച്ചു കയറാൻ പറ്റാത്ത മഹാഗർത്തങ്ങളിലേക്കാണ് ലഹരി ഉപയോഗങ്ങൾ പതിക്കുന്നത്. ലഹരി ഉപയോഗം നമ്മുടെ ആന്തരികാവയവങ്ങളെ നശിപ്പിക്കുകയും ഓർമ്മ, ചിന്തിക്കാനുള്ള കഴിവ്, സ്വയംബോധം എന്നിവ നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നു. കൊലപാതകങ്ങളും അക്രമങ്ങളും സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്നതിൻ്റെ പ്രധാന കാരണം അമിതമായ ലഹരി ഉപയോഗമാണ്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ റിപ്പോർട്ട് ചെയ്യുന്ന കുട്ടികളും യുവാക്കളും പ്രതികളായ കേസുകളിൽ മിക്കവയിലും ലഹരിയുടെ സാന്നിധ്യം നമുക്ക് കാണാം. എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾ, നമ്മുടെ യുവജനത ഇത്തരത്തിൽ ലഹരിയിൽ അകപ്പെട്ടു പോകുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ലഹരിയെക്കുറിച്ച് അറിയാനുള്ള ആകാംക്ഷ, കൂട്ടുകാരുടെ പ്രേരണ, വീട്ടിലെ പ്രശ്നങ്ങൾ, അധികമായി ലഭിക്കുന്ന പോക്കറ്റ് മണി, മാതാപിതാക്കളുടെ സമയമില്ലായ്മ ഇവയെല്ലാം കുട്ടികളെ ലഹരിയിലേക്ക് അടുപ്പിക്കുന്നു. ലഹരി വിമുക്ത സമൂഹം എന്ന ലക്ഷ്യം നാം കൈവരിക്കണമെങ്കിൽ അതിൻ്റെ ആദ്യ പാഠം കുടുംബങ്ങളിൽ നിന്ന് തുടങ്ങണം. കുട്ടികൾ വഴിതെറ്റിപ്പോകാൻ സാധ്യതയുള്ള മേഖലകൾ രക്ഷിതാക്കൾ കണ്ടെത്തണം. അപരിചിതരായ ആളുകളോ സ്വന്തം കൂട്ടുകാരോ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാൻ പറയുമ്പോൾ വേണ്ട എന്ന് തൻ്റെയിടത്തോടെ പറയാൻ ഇപ്പോൾ തന്നെ നമ്മൾ പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ രക്ഷിതാക്കളെ പോലെ വിദ്യാർത്ഥികളെ അധ്യാപകരും ശ്രദ്ധിക്കണം. കുട്ടികളുടെ പെരുമാറ്റത്തിൽ അസ്വാഭാവികത തോന്നിയാൽ എത്രയും പെട്ടെന്ന് രക്ഷിതാക്കളെ അറിയിക്കണം. തുടക്കത്തിൽ തന്നെ അവർക്ക് വൈദ്യസഹായം നൽകിയാൽ അവരെ നമുക്ക് രക്ഷിക്കാൻ കഴിയും. മദ്യസൽക്കാരമില്ലാത്ത ഒരാഘോഷവും ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കാറില്ല. ഇതിനെതിരെ മുന്നിട്ടിറങ്ങേണ്ടത് നമ്മൾ യുവാക്കളാണ്. തോരാത്ത കണ്ണീരിലേക്കും നിത്യദാരിദ്ര്യത്തിലേക്കും നരക ജീവിതത്തിലേക്കുമാണ് മദ്യപാനം പോലുള്ള ദുശീലങ്ങൾ അവരുടെ കുടുംബത്തെ തള്ളിവിടുന്നത്. മാതാപിതാക്കളുടെ മദ്യപാനശീലം കുട്ടികളുടെ വ്യക്തിത്വ വികാസത്തെ കാര്യമായി ബാധിക്കുന്നു. ശൈശവത്തിലെയോ ബാല്യകാലത്തിലെയോ സന്തോഷങ്ങൾ അവർക്ക് അനുഭവിക്കാൻ സാധിക്കാതെ വരുന്നു. ലഹരി വസ്തുക്കൾ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് തലച്ചോറിനെയാണ്. കാലക്രമേണ ചിന്തയും ഓർമ്മയും സ്വബോധവും നഷ്ടമാവുന്നു. വിലപ്പെട്ട നമ്മുടെ ജീവിതം കേവലം നൈമിഷിക സുഖങ്ങൾക്ക് വേണ്ടി നശിപ്പിക്കാനുള്ളതല്ല. കേരള സർക്കാർ എക്സൈസ് വകുപ്പ് വിമുക്തി എന്ന പേരിൽ ലഹരിക്കെതിരെ ശക്തമായ പ്രവർത്തനങ്ങളുമായി മുൻനിരയിലുണ്ട്. വിവിധ സംഘടനകളും ലഹരി വിരുദ്ധ പോരാട്ടം നടത്തുന്നു.
ഭരണകൂടങ്ങളും ചില സംഘടനകളും നടത്തുന്ന പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രം ലഹരി എന്ന സാമൂഹിക വിപത്തിനെ തുടച്ചു നീക്കാനാവില്ല. നാം ഓരോരുത്തരും സമൂഹ നന്മ എന്ന ലക്ഷ്യം മുൻനിർത്തി ലഹരിക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കണം. അതിന് ആദ്യം ഞാൻ ഒരിക്കലും ലഹരി ഉപയോഗിക്കില്ല എന്ന ഉറച്ച തീരുമാനം കൈക്കൊള്ളണം. നമുക്ക് ലഹരിയോട് സാമൂഹിക അകലം പാലിക്കാം. നമ്മുടെ കുട്ടികളെ, യുവജനതയെ ലഹരി എന്ന ചതിക്കുഴിയിൽ നിന്ന് കൈപിടിച്ച് കയറ്റാം. അവർ ജീവിതമെന്ന ലഹരി ആസ്വദിക്കട്ടെ. ലഹരിക്കടിമപ്പെട്ട് നാടിൻ്റെ സ്പന്ദനം തെറ്റാതിരിക്കാൻ നമുക്കെല്ലാവർക്കും കൈകോർക്കാം. നല്ലൊരു നാളേക്കായി ഒരുമിച്ച് പോരാടാം. നന്ദി, നമസ്കാരം.